ഹായ്, ഞാൻ അദീബ്. റെഡ്മി നോട്ട് 10 സീരീസിലുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങളുടെ ആരുടെയും കയ്യിൽ റെഡ്മി നോട്ട് 10 സീരീസ് ഉണ്ട്, അല്ലെങ്കിൽ റെഡ്മി നോട്ട് 10 സീരീസ് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെയായിട്ട് കാണാം. തീർച്ചയായിട്ടും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഫോണിൽ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ ആൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ആദ്യം സെറ്റിംഗ്സിലോട്ട് പോവുക. സെറ്റിംഗ്സിലോട്ട് പോയതിന് ശേഷം ഇവിടെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കുക. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റെഡ്മിയുടെ ഡീഫോൾട്ടായിട്ട് തന്നെ ഒരുപാട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അനലോഗ് ക്ലോക്കിൻ്റെയും ഡിജിറ്റൽ ക്ലോക്കിൻ്റെയും ഒരുപാട് വെറൈറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോത്തിൻ്റെ മേലെ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൾവേസ് ഓൺ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇത് മാത്രമല്ല, നമുക്ക് കസ്റ്റമൈസ് ആയിട്ടുള്ള നമ്മളെ ഫോട്ടോസും ഇതിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഇവിടെ കസ്റ്റം ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ഫ്രം ഗാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ ഇതിൽ കാണിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഗാലറിയിലുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോസ് ആൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ എനേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഫോട്ടോസ് മാത്രമല്ല, ടെക്സ്റ്റും നമുക്ക് ആൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. റെഡ്മി ഇവിടെ ഡീഫാൾട്ടായിട്ട് തന്നെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്കിത് എഡിറ്റ് ചെയ്യാൻ, നമുക്ക് വേണ്ട ടെക്സ്റ്റ് എൻ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ആൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ നമുക്ക് എനേബിൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അടുത്തായിട്ട് ഈ ഫോണിൽ എഡ്ജ് നോട്ടിഫിക്കേഷൻ ലൈറ്റ് എങ്ങനെ എനേബിൾ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം സെറ്റിംഗ്സിലോട്ട് പോവുക. ആൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് റെഡ്മി ഡീഫാൾട്ടായിട്ട് ഒരു 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് സെറ്റ് ചെയ്യുന്നതാണ്. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ LED ലൈറ്റായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത് ഈ ഫോണിൽ എങ്ങനെ ഡാർക്ക് മോഡ് എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നോട്ടിഫിക്കേഷൻ ബാർ സ്വൈപ്പ് ചെയ്യുക. ഇവിടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാർക്ക് മോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോൺ ഡാർക്ക് മോഡിലോട്ട് സ്വിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൽ ഫ്ലോട്ടിംഗ് വിൻഡോ എങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കാം. ആദ്യം റീസെൻറ്റ് ആപ്സിലോട്ട് പോവുക. അതിനുശേഷം നമ്മൾ ഫ്ലോട്ടിംഗ് വിൻഡോ എനേബിൾ ചെയ്യേണ്ട ആപ്സിൻ്റെ മേലെ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യാം. ഇതിലൊരു 3ാമത്തെ ഓപ്ഷനായിട്ടാണ് ഫ്ലോട്ടിംഗ് വിൻഡോയുടെ ഓപ്ഷൻ വരുന്നത്. ഇത് പ്രസ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോട്ടിംഗ് വിൻഡോ അപ്പോൾ പോപ്പപ്പായി വരും. ഈ ഫ്ലോട്ടിംഗ് വിൻഡോ നമുക്ക് റീസൈസ് ചെയ്യാനും ഇവിടുന്ന് മൂവ് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ ഇത് നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കണമെന്നുണ്ടെങ്കിൽ താഴോട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി, നമുക്ക് ഫുൾ സ്ക്രീനിലോട്ട് സ്വിച്ച് ആവുന്നതാണ്. ഇനി ആപ്സൊക്കെ നമുക്ക് ഡയറക്റ്റ് ഫ്ലോട്ടിംഗ് വിൻഡോയിൽ ഓപ്പൺ ചെയ്യാനായിട്ട് റീസെൻറ്റ് ആപ്സിലോട്ട് പോവുക. ഇവിടെ ഫ്ലോട്ടിംഗ് വിൻഡോ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കോർണറിൽ കാണാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്സിൻ്റെ ലിസ്റ്റ് വരും. ഈ ആപ്സിൻ്റെ ലിസ്റ്റിൽ നമുക്ക് വേണ്ട ആപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് വിൻഡോ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഓപ്പൺ ആയിട്ട് വരും. അടുത്തായിട്ട് നമ്മുടെ റീസെൻറ്റ് ആപ്സിൽ നോക്കുകയാണെങ്കിൽ ഇതിലുള്ള റീസെൻറ്റ് ആപ്സ് എല്ലാം നമുക്ക് വെർട്ടിക്കലായിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് ഹൊറിസോണ്ടലായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് നമ്മൾ ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യാം. മോർ സെറ്റിംഗ്സിലോട്ട് പോവുക. അതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അറേഞ്ച് ഐറ്റംസ് ഇൻ റീസെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ എന്നുള്ള ഓപ്ഷനിലാണ് ഇപ്പോൾ എനേബിൾ ആയിട്ട് കിടക്കുന്നത്. ഇത് ഹൊറിസോണ്ടൽ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെൻറ്റ് ആപ്സ് ഹൊറിസോണ്ടലായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തായിട്ട് ഈ ഫോണിൽ ഇങ്ങനെ ആപ്പ് ഡ്രോവർ എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്യാം. ലോങ് പ്രസ് ചെയ്യുന്ന ശേഷം സെറ്റിംഗ്സിലോട്ട് പോവുക. മോർ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2ാമത്തെ ഓപ്ഷൻ ഓൺ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ. ഇത് സെലക്ട് ചെയ്യാം. ഇവിടെ ക്ലാസിക് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ആയി കിടക്കുന്നത്. ഇത് വിത്ത് ആപ്പ് ഡ്രോവർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. സിസ്റ്റം തീം വേണോ, ഡാർക്ക് മോഡ് വേണോ, അല്ലെങ്കിൽ ലൈറ്റ് മോഡ് വേണോ എന്നുള്ള കാര്യം നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ആപ്പ് ഡ്രോവറിൻ്റെ ബാക്ക് ട്രാൻസ്പെറൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് ഞാനിപ്പോൾ 100ലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ 0-ലാക്കാൻ പറ്റും, 100-ലും ആക്കാൻ പറ്റും. ഞാൻ ഇവിടെ 100 സെറ്റ് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ ഫോണിലുള്ളത് ബട്ടൺ നാവിഗേഷനാണ്. ഈ ഫോണിൽ എങ്ങനെ ജസ്റ്റ് നാവിഗേഷൻ എനേബിൾ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്തതിന് ശേഷം സെറ്റിംഗ്സിലോട്ട് പോവുക. സെറ്റിംഗ്സിലോട്ട് പോയതിന് ശേഷം മോർ സെറ്റിംഗ്സ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിസ്റ്റം നാവിഗേഷൻ എന്നുള്ള ഓപ്ഷൻ. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബട്ടൺ എന്നുള്ള ഓപ്ഷനാണ് എനേബിൾ ആയിട്ട് കിടക്കുന്നത്. ഇവിടെ ജസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നാവിഗേഷൻ എനേബിൾ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ജസ്റ്റ് നാവിഗേഷൻ്റെ ട്യൂട്ടോറിയൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൽ എങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നോട്ടിഫിക്കേഷൻ ബാർ സ്ക്രോൾ ചെയ്യാം. എന്നതിന് ശേഷം സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് ഈ ഫോണിൽ എങ്ങനെ ലോങ് സ്ക്രീൻഷോട്ട് എടുക്കാൻ നമുക്ക് നോക്കാം. സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് വോളിയം ഡൗൺ ബട്ടനും പവർ ബട്ടനും ഒരുമിച്ച് നെക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഈ 3 ഫിംഗേഴ്സ് ഇങ്ങനെ താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഈ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഇവിടെ സ്ക്രോൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സ്ക്രോൾ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്തതിന് ശേഷം താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. നമുക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് അതുവരെ സ്വൈപ്പ് ചെയ്യാം. ഞാൻ ഈ സെറ്റിംഗ്സ് മൊത്തമായിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ താഴെ വരെ സ്വൈപ്പ് ചെയ്തതിന് ശേഷം ഡൺ എടുത്തു, സേവ് ചെയ്തു. ഇപ്പം ഗാലറിയിൽ പോയി നോക്കാം ലോങ് സ്ക്രീൻഷോട്ട് എടുത്തത്. കണ്ടില്ലേ, നമ്മളിപ്പോൾ ലോങ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൽ റൈസ് ടു വേക്കപ്പ്, ഡബിൾ ടാപ്പ് ടു വേക്കപ്പ് എന്നുള്ള 2 ഓപ്ഷൻ എങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം സെറ്റിംഗ്സിലോട്ട് പോവുക. സെറ്റിംഗ്സിലോട്ട് പോയതിന് ശേഷം ആൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം.
സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റൈസ് ടു വേക്കപ്പ് എന്നുള്ള ഓപ്ഷൻ. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ഓൺ ആയിട്ട് വരും. പിന്നെ ഈ ഓപ്ഷൻ്റെ താഴെയായിട്ട് തന്നെ ഡബിൾ ടാപ്പ് ടു വേക്കപ്പ് ഓർ ടേൺ ഓഫ് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതും എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് ചെയ്താൽ സ്ക്രീൻ ഓൺ ആവുകയും ഡബിൾ ടാപ്പ് ചെയ്താൽ സ്ക്രീൻ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഫോൺ അൺലോക്ക് ചെയ്യുമ്പോഴും വാൾപേപ്പർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ചേഞ്ച് ആവുന്ന ഈ ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ എങ്ങനെ ഡിസേബിൾ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇത് നമുക്ക് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് ആദ്യം സെറ്റിംഗ്സിലോട്ട് പോവുക. ആൾവേസ് ഓൺ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലാൻസ് ഫോർ MI എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ കയറിയതിന് ശേഷം ഇത് ടേൺ ഓഫ് ചെയ്യുക. ഇത് ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള ലോക്ക് സ്ക്രീൻ വാൾപേപ്പർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് ഈ ഫോണിൽ നെറ്റ്വർക്ക് സ്പീഡും ബാറ്ററി ഐക്കണും എങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം സെറ്റിംഗ്സിലോട്ട് പോവുക. സെറ്റിംഗ്സിലോട്ട് പോയതിനു ശേഷം നോട്ടിഫിക്കേഷൻ ആൻഡ് കൺട്രോൾ സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് ബാർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഷോ കണക്ഷൻ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് സ്പീഡ് ഇവിടെ മേലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പിന്നെ ബാറ്ററി പെർസെൻറ്റേജ് ഷോ ചെയ്യാനായിട്ട് ഇവിടെ ബാറ്ററി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസാണ് കാണുന്നത്. ഒന്ന് ബാറ്ററി ഗ്രാഫിക്കലായിട്ടുള്ള ഒരു ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത്. ഇവിടെ താഴത്തെ 2 ഓപ്ഷൻ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ് ഈ ഐക്കണിൻ്റെ അകത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്ററി പെർസെൻറ്റേജ് ബാറ്ററി ഐക്കണിൻ്റെ തൊട്ടടുത്തായിട്ട് കാണിക്കാൻ വേണ്ടി സാധിക്കും. അടുത്തായിട്ട് ഫോണിൽ ഒരു പഞ്ചോൾ ക്യാമറയാണ് വരുന്നത്. ഈ പഞ്ചോൾ ക്യാമറ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ പഞ്ചോൾ ക്യാമറ ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് സെറ്റിംഗ്സിലോട്ട് പോവുക. നോട്ടിഫിക്കേഷൻ ആൻഡ് കൺട്രോൾസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ബാർ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹൈഡ് നോച്ച് എന്നുള്ള ഓപ്ഷൻ. ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ക്യാമറ നോച്ച് നമുക്ക് ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമ്മുടെ ഫോണിൽ ഫയൽസിന് എങ്ങനെ പ്രൈവസി പ്രൊട്ടക്ഷൻ എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം സെറ്റിംഗ്സിലോട്ട് പോവുക. സെറ്റിംഗ്സിലോട്ട് പോയതിന് ശേഷം പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ പ്രസ് ചെയ്യുക. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി പ്രൊട്ടക്ഷൻ പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിലവിലെ പാസ്വേഡാണ് ഡ്രോ ചെയ്യാൻ പറയുന്നത്. അത് ഡ്രോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പുതുതായിട്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാനിവിടെ എല്ലെന്ന് തന്നെയാണ് പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ച് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് ഇവിടെ അൺലോക്ക് ഫിംഗർ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിനു ശേഷം നമ്മൾ പാറ്റേൺ ലോക്ക് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാസ്വേഡ് ഉപയോഗിച്ചും ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉപയോഗിച്ചും നമുക്ക് അൺലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ ഇതിലോട്ട് നമുക്ക് ഫോട്ടോസും ഫയൽസൊക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൽ ഡ്യുവൽ ആപ്പ് എന്നുള്ള ഫീച്ചർ എങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം സെറ്റിംഗ്സിലോട്ട് പോവുക. സെറ്റിംഗിലോട്ട് പോയതിന് ശേഷം ആപ്പ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ ഡ്യുവൽ ആപ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. ഈ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്സിൻ്റെ എല്ലാം ക്ലോൺ ആപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഞാൻ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ക്ലോൺ ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ ലിങ്ക്ഡ്ഇൻ എന്നുള്ള ആപ്പിൻ്റെയും ക്ലോൺ ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഹോം സ്ക്രീനിൽ പോയി നോക്കാം. ഇവിടെ നെറ്റ്ഫ്ലിക്സിൻ്റെ 2 ആപ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലിങ്ക്ഡ്ഇന്നിൻ്റെയും 2 ആപ്സ് ഉണ്ട്. ഒന്ന് ഉള്ളിലാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആപ്സിൻ്റെയും ക്ലോൺ ആപ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്ത ഈ ഫോണിൽ എങ്ങനെ ആപ്പ് ലോക്ക് എനേബിൾ ചെയ്യാൻ നോക്കാം. സാധാരണയായിട്ട് നമ്മൾ ആപ്സിന് ലോക്ക് കൊടുക്കാനായിട്ട് തേർഡ് പാർട്ടി ആപ്സാണ് ഇൻസ്റ്റാൾ ചെയ്യാറുള്ളത്. റെഡ്മി ഇവിടെ ഡീഫാൾട്ടായിട്ട് തന്നെ ആപ്പ് ലോക്ക് കൊടുത്തിട്ടുണ്ട്. അത് എനേബിൾ ചെയ്യാനായിട്ട് ആദ്യം സെറ്റിംഗ്സിലോട്ട് പോവുക. സെറ്റിംഗ്സിലോട്ട് പോയതിന് ശേഷം ആപ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആപ്പ് ലോക്ക് എന്നുള്ള ഓപ്ഷൻ. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഓൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിൻ സെറ്റ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ പാറ്റേൺ ലോക്ക് ഇടാണ്. എല്ലിൽ തന്നെ ഇടുന്നത്. അതൊരു യൂണിവേഴ്സൽ പാസ്വേഡാണ് എല്ല്. അപ്പോൾ ഞാൻ എല്ല് ഇടുകയാണ്. എല്ലിട്ടിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഇവിടെ നോട്ട് നൗ കൊടുക്കുന്നുണ്ട്. നോട്ട് നൗ കൊടുത്ത് അതിനുശേഷം യൂസ് ആപ്പ് ലോക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫോണിലുള്ള എല്ലാ ആപ്സും ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഡീഫാൾട്ടായിട്ട് തന്നെ ഈ ആപ്സൊക്കെ എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോക്ക് ചെയ്യേണ്ട ആപ്സ് ഇവിടെ നിന്ന് തന്നെ എനേബിൾ ചെയ്യാനും സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെയായിട്ട് തന്നെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും യൂസ് യുവർ ഫിംഗർ പ്രിൻ്റ് എന്നുള്ളത്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് വെരിഫൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് നമുക്ക് ആപ്പ് അൺലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തായിട്ട് ഫോണിൽ എങ്ങനെ ഷോർട്ട് കട്ട് ബട്ടൺസ് എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം സെറ്റിംഗ്സിലോട്ട് പോവുക. സെറ്റിംഗ്സിലോട്ട് പോയതിനു ശേഷം അഡീഷണൽ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബട്ടൺ ഷോർട്ട് കട്ട് എന്നുള്ള ഓപ്ഷൻ. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് കട്ട്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമുള്ള ബട്ടൺ ഷോർട്ട് കട്ട്സ് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ഈ ഫോണിൽ എങ്ങനെ കിക്ക് ബോൾ എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആദ്യം സെറ്റിംഗ്സിലോട്ട് പോവുക. സെറ്റിംഗ്സിലോട്ട് പോയതിനു ശേഷം അഡീഷണൽ സെറ്റിംഗ്സ് ഓൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും കിക്ക് ബോൾ എന്നുള്ള ഓപ്ഷൻ. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഇത് എനേബിൾ ചെയ്യുക. ഈ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കിക്ക് ബോളിൻ്റെ ഒരു ചെറിയൊരു ഐക്കൺ കാണാൻ സാധിക്കും. ഇതിങ്ങനെ സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്യുക.
ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറാണ്. കാരണം ചില ഫോൺസിനൊന്നും ഈ സൈഡ് വർക്ക് ആവില്ല. അപ്പോൾ നമുക്ക് നാവിഗേഷൻ ബട്ടൺ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇത്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ സ്പീക്കർ എങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. ഈ ഫോണിൻ്റെ സ്പീക്കറിൽ ചെറിയ ചെറിയ ഡസ്റ്റൊക്കെ ഒന്ന് പഠിയും. അത് ഒരുപാട് പഠിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്പീക്കറിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി കുറയും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്പീക്കർ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിനായിട്ട് നമ്മൾ അഡീഷണൽ സെറ്റിംഗ്സിലോട്ട് പോയതിനു ശേഷം ക്ലിയർ സ്പീക്കർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഒരു എനേബിളിൻ്റെ ഒരു ബട്ടൺ ഉണ്ടാവും. ഇതിവിടെ എനേബിൾ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബീപ്പ് സൗണ്ട് കേൾക്കാൻ വേണ്ടി സാധിക്കും. ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഹൈ ഫ്രീക്വൻസിലുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് സ്പീക്കറിൽ വെച്ചിരിക്കുന്ന ഡസ്റ്റൊക്കെ ഓട്ടോമാറ്റിക് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായിട്ട് നമുക്ക് വൺ ഹാൻഡ് മോഡ് എങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് അഡീഷണൽ സെറ്റിംഗ്സിൽ നിന്ന് വൺ ഹാൻഡ് മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ ഇവിടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ഹാൻഡ് മോഡ് എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. ആൾറെഡി ഈ ഫോൺ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണാണ്. ഇനിയൊരു വൺ ഹാൻഡ് മോഡ് വേണമെന്നുള്ള ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ചില ആളുകൾക്ക് ചില സാഹചര്യങ്ങളിൽ ഒരു വൺ ഹാൻഡ് മോഡ് യൂസ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ സൈസും നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പിലോട്ട് പോകാം. ഈ ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പിൽ നമുക്ക് 48 മെഗാ പിക്സലിൻ്റെ മോഡിലോട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് നമ്മൾ സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്ത് മോർ സെറ്റിംഗ്സിൽ പോയതിനു ശേഷം 48 മെഗാ പിക്സൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കൊണ്ടുവെക്കാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് ഇവിടെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഐക്കണിൽ പ്രസ് ചെയ്യുക. ഈ ഐക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ മോഡ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷനിൽ കയറുക. ഈ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ മോർ പാനൽ എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ, ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് വന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ല, താഴേന്ന് മേലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മോഡ്സ് എല്ലാം ഇവിടെ എനേബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ബൈ.